ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, ഏവർക്കും കർത്താവായ ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഏഷ്യ പ്രവാചകന്റെ പ്രവചനം 45-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന യഹോവയായ ദൈവം ഞാൻ തന്നെ. ഇന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് മറഞ്ഞിരിക്കുന്ന നിധികളെയും രഹസ്യ സ്ഥാനങ്ങളിരിക്കുന്ന നിക്ഷേപങ്ങളെയും നിനക്ക് തരും. എന്താണ് ഈ പ്രവചനത്തിലൂടെ യഹോവയായ ദൈവം അർത്ഥമാക്കുന്നത്? നാം ദൈവസന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കുമ്പോഴും കർത്താവ് നമുക്കായി കരുതുന്നു. ഹല്ലേലൂയ. മോക്ഷ ഫറവോന് മുമ്പാകെ നിൽക്കുന്നതിന് മുമ്പ് അവൻ 40 വർഷത്തോളം ആരും അറിയാതെ മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അത് അവന്റെ ഒരു പരീക്ഷണ കാലമായിരുന്നു. അവൻ ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിൽ നയിക്കുവാൻ പ്രാപ്തനായി തീർന്നു. അവനെ അവിടെ ട്രെയിൻ ചെയ്യുകയായിരുന്നു യഹോവയായ ദൈവം. നമ്മുടെ ജീവിതവും മോക്ഷയിലെ 40 വർഷത്തെ ആട് ജീവിതം പോലെ മരുഭൂമിയുടെ അവസ്ഥയായിരിക്കാം, വരണ്ടതായിരിക്കാം, നിശബ്ദമായതായിരിക്കാം. നമ്മുടെ നിശബ്ദമായ ഈ പ്രാർത്ഥനയിലും കർത്താവ് കൂടെയുണ്ട്. അവൻ നമ്മെ ഒരുക്കുകയാണ്. 2, ദൈവം രഹസ്യ സ്ഥലങ്ങളിൽ നിധികൾ നമുക്കായി സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. ജോസഫിന് അനേകം ദർശനം ലഭിച്ചു. അവൻ തന്റെ സഹോദരന്മാരാൽ ഉപേക്ഷിക്കുകയും കുഴിയിൽ എറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈജിപ്തിലെത്തുകയും അന്യായമായി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ പ്രത്യാശ കൈവിട്ടില്ല. ഒരു രാത്രി കൊണ്ട് കർത്താവ് ജോസഫിനെ ഉയർത്തി ഈജിപ്തിന്റെ അധിപനാക്കി മാറ്റി. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ പോലും കർത്താവ് നമുക്കായി പ്രതീക്ഷയുടെ ഭാവിയുടെ നിധി സൂക്ഷിക്കുന്നു. തടവറയിൽ അടയ്ക്കപ്പെട്ടതിലൂടെ ജോസഫ് എത്രത്തോളം താഴ്ത്തപ്പെട്ടുവോ, എന്നാൽ അത്രത്തോളം അവനെ ഉയർത്തി. ആകയാൽ പ്രിയരെ, തടവറയെയും പരിഹാസങ്ങളെയും നീണ്ട വാക്കുകളെയും നമ്മൾ പുച്ഛിക്കരുത്. അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹത്തെയും ദൈവത്തിന്റെ കരുതലിനെയും നാം കണ്ടുമുട്ടുക. 3, ദൈവം അദൃശ്യ കരത്തിലൂടെ നമ്മെ കരുതുന്നു. 2 രാജാക്കന്മാർ 6 എലീശയുടെ ദാസൻ തങ്ങളെ വളഞ്ഞിരിക്കുന്ന വലിയൊരു സൈന്യത്തെ കണ്ടപ്പോൾ അവൻ പരിഭ്രാന്തനായി. അപ്പോൾ എലീശ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ ഉൾക്കണ്ണുകളെ തുറക്കണേ. ഹല്ലേലൂയ. ദൈവം അവന്റെ ഉൾക്കണ്ണുകളെ തുറന്നു. തങ്ങൾക്ക് ചുറ്റും അഗ്നി രഥങ്ങളാൽ നിറഞ്ഞ ഒരു സൈന്യത്തെ കണ്ടു. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെയാണ് ദൈവത്തിന്റെ കരുതലും കാവലും പരിപാലനവും. പ്രാർത്ഥനയിൽ ജീവിക്കണം. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ആരാധന നടന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, അവിടെ ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുകയും മറഞ്ഞിരിക്കുന്ന നിധി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന കൃപയെ ഓർത്ത് കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയെ കർത്താവേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.